മെറ്റീരിയൽ കൊടുക്കുന്നത് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല. നമുക്കത് ഫുൾ ആയിട്ട് മെറ്റീരിയൽ കൊടുത്തു നോക്കട്ടോ. ഇതിപ്പോ ഞാനിവിടെ ഫ്ലോറിന് കൊടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് എഫക്റ്റ് ഒക്കെ കൊടുക്കാണ്, അന്ന് കൊടുത്ത പോലെ തന്നെ. ഇതിനിപ്പോ നമുക്കൊരു ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ റിഫ്ലക്ഷനിൽ വരിക, കുറച്ച് റിഫ്ലക്ഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വ്യൂ പോർട്ടിൽ കാണാൻ പറ്റും നമുക്ക് ചേഞ്ച് ആവുന്നത്, റിഫ്ലക്ഷൻ എത്രത്തോളം വന്നിട്ടുണ്ട് എന്നുള്ളത്. അതിന്റെ റിഫ്ലക്ഷൻ ഗ്ലോസിനെസ്, അതേപോലെ തന്നെ നമുക്കൊരു ഫുൾ ഗ്ലോസിനെസ് വേണ്ട. അതുപോലെ റിഫ്ലക്ഷൻ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രഷ്നൽ റിഫ്ലക്ഷൻ എന്നുള്ളത് അൺടിക്ക് ചെയ്യുക. ഉണ്ടാവും വ്യൂ പോർട്ടിൽ മാറ്റം വരുന്നത്. ഒന്ന് ടെസ്റ്റ് റെൻഡർ ചെയ്ത് നോക്കണേ. ചെറിയൊരു ഭാഗം ചെയ്യാം. നമ്മൾ ഈ പ്രാവശ്യം അവിടെ ബമ്പ് കൊടുക്കുന്നത് കാണിക്കുന്നില്ല. ഓൾറെഡി കഴിഞ്ഞ ക്ലാസ് മുഴുവനായിട്ട് ബമ്പിനെ കുറിച്ചിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇവിടെ റിഫ്ലക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എമൗണ്ട് ഇനി കൂടുതൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. കുറച്ചുകൂടി റിഫ്ലക്റ്റ് കൊടുക്കാം. അതേപോലെ ക്ലോത്ത് മെറ്റീരിയൽ എടുക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ക്ലോത്ത് മെറ്റീരിയൽ കൊടുത്ത്, പക്ഷെ നമുക്ക് ലെതർ കൊടുത്തു നോക്കാം. ടെക്സ്ചർ ഫോർ ലെതർ. സീംലെസ് കൊടുത്തു നോക്കാം. ബിറ്റ് മാപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മളെ ലെതർ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് അസൈൻ മെറ്റീരിയൽ കൊടുക്കുക. അതുപോലെ ഷോ ചെയ്യുക. ഈ ലെതറിന്റെ സ്റ്റിച്ചിങ് ക്ലോത്തിങ് വാല്യൂ ഒക്കെ എത്രയാന്നുള്ളത് നമുക്ക് സ്കെയിൽ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം.
അതേപോലെ ലെതറിനും ഭയങ്കരമായിട്ട് ഗ്ലോസിനെസ്സും കൊടുക്കണം. ഇപ്പൊ ഞാൻ ഗ്ലോസിനെസ് കൊടുത്തു. ഇനി അതിന്റെ ഫിനിഷിങ് കൊടുക്കാം. 0.9 0.7 ഓക്കെ. 0.7 അടിച്ചപ്പോ നമുക്ക് ഏകദേശം അതിന്റെ ഒരു ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട്. അത് അസൈൻ ചെയ്യുന്നതാണ്. മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഒന്ന് നമ്മളെ ക്വാളിറ്റി കുറച്ചിട്ടൊന്ന് ടെസ്റ്റ് റെൻഡർ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ. മെറ്റീരിയൽ ഒക്കെയാണ്. അതുപോലെ ഇത് ഞാൻ എല്ലാത്തിലേക്കും കോപ്പി ചെയ്യാം. ഇവിടെ ഇപ്പോ മാപ്പ് സ്കെയിലിംഗ് കൊടുത്തിട്ടുള്ളത് സ്കെയില് 10 അതിപ്പോ എല്ലാത്തിലും 10 കൊടുക്കണം. ആദ്യം ഞാൻ എല്ലാത്തിന്റെ സ്കെയിൽ വാല്യൂ 10 കൊടുക്കാം. അതിനുശേഷം മെറ്റീരിയൽ ആഡ് ചെയ്യാം. പിന്നെ നമുക്കുള്ളത് വാളാണ്. വാളിനുള്ള ടെക്സ്ചർ സെർച്ച് ചെയ്യാം. വാളിന് ഞാൻ 2 കളറിന് വൈറ്റ് എടുത്ത് വാള് 2 സൈഡത്തെ വാള് വൈറ്റ് കളർ കൊടുത്ത് അടുത്ത മെറ്റീരിയൽ സ്ലോട്ടിൽ വാൾ ടെക്സ്ചർ എന്നുള്ള ഫയൽ ഞാൻ സേവ് ചെയ്യുന്നതാണ്. നമുക്ക് പേര് കൊടുക്കണം എന്തായാലും ഓരോ സ്ലോട്ടിനും. അപ്പൊ പെട്ടെന്ന് മനസ്സിലാവാനുള്ള രീതിയിൽ ഞാനിവിടെ വാൾ ടെക്സ്ചർ കൊടുത്ത് മെറ്റീരിയൽ എടുക്കുക, ബിറ്റ് മാപ്പ് ഓൺ ചെയ്യുക, ടെക്സ്ചർ കാണിച്ചു കൊടുക്കുക. ഇപ്പോ വാളിന്റെ മാപ്പിംഗ് റെഡി ആയിട്ടില്ല. നമ്മൾ ആദ്യം ഇതിനൊരു മാപ്പിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് വന്നിട്ടുള്ളത്. ഞാനിപ്പോ മാപ്പിംഗ് ഡിലീറ്റ് ചെയ്തിട്ട് UVW കൊടുക്കണം. UVW മാപ്പ്. ഇതിപ്പോ ഒരു ബോക്സ് ഷേപ്പ് അല്ല, പ്ലെയിൻ ആയതുകൊണ്ട് നമുക്ക് പ്ലെയിൻ തന്നെ ഇവിടെ സെലക്ട് ചെയ്യാം.
വൈറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ സീലിങ്ങും ഞാൻ വൈറ്റ് തന്നെ കൊടുക്കാണ്. ഈ വാളിന് എഫക്റ്റുകൾ എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ടെക്സ്ചർ പെയിന്റ് ആയതുകൊണ്ട് നമുക്ക് ഈ വാളിന് മാത്രം ചെറിയൊരു ഗ്ലോസിനെസ് കൊടുക്കാം. അതുപോലെ ഗ്ലോസിനെസ് 0.6 കൊടുക്കുക. വാളിന്റെ ഏരിയയിൽ, വാളിന്റെ ഒരു കേസിലൊക്കെ നമുക്ക് 0.6 അല്ലെങ്കിൽ 0.7 ഒക്കെ കൊടുക്കാം. അതിന്റെ മേലേക്ക് കൊടുക്കാതിരിക്കുന്നത് നല്ലത്. കാരണം അല്ലെങ്കിൽ അതൊരു പ്ലാസ്റ്റിക്കിന്റെ ഫിനിഷിങ്ങിലേക്ക് പോകും. ഒരു 0.7 ഒക്കെ കൊടുത്തപ്പോൾ ഒരു പെയിന്റിങ്ങിന്റെ ഗ്ലോസിനെസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അത്ര തന്നെയാണ് വേണ്ടത്. അതുപോലെ നമുക്ക് ഈ വാളിന് നമുക്കൊരു ബമ്പ് കൂടി കൊടുക്കാം. ഈ ടെക്സ്ചറൊക്കെ ഒന്ന് പ്രൊജക്ട് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മാപ്പിൽ വന്ന് ഡിഫ്യൂസ് എന്നുള്ള മാപ്പ് കോപ്പി ചെയ്യുന്നത്. കാരണം ഡിഫ്യൂസിലാണ് നമ്മൾ ഈ പിക്ചർ ആഡ് ചെയ്തിട്ടുള്ളത്. അത് ബമ്പിന്റെ ഓപ്ഷനിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ച് പേസ്റ്റ് ഇൻസ്റ്റൻസ് കൊടുത്ത്, അതേപോലെ പേസ്റ്റ് ഇൻസ്റ്റൻസ് കൊടുത്തപ്പോൾ കുറച്ചൊരു ഗ്രൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വ്യൂ പോർട്ടിൽ. ഇപ്പൊ ഒരു പ്ലെയിൻ ആണ്, കണ്ടില്ലേ? നമ്മളിപ്പോ പേസ്റ്റ് ഇൻസ്റ്റൻസ് കൊടുത്ത് ബമ്പ് ടിക്ക് ഓൺ ചെയ്ത് അപ്പൊ കുറച്ച് എഫക്റ്റ് വന്നിട്ടുണ്ട്. അതിന്റെ ഒന്നുകൂടി എമൗണ്ട് വാല്യൂ കൂട്ടി കൊടുക്കും. അതുപോലെ ഇവിടെ ഞാന് സ്പീക്കർ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ട്. ഇവിടെ താഴത്തെ ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ സൈഡിൽ ഒരു സ്പീക്കർ ഉണ്ട്. അപ്പോ അതിന് നമുക്കൊരു സ്പീക്കറിന്റെ ഷെയ്ഡിങ് ഒക്കെ കൊടുത്തു നോക്കാം. ഇതിപ്പോ ഗ്രൂപ്പ് ഐറ്റംസ് ആയിട്ടുള്ളത് ഞാൻ അൺഗ്രൂപ്പ് ചെയ്യാണ്. നമുക്ക് ഈ ടി വി ഒന്നും ഇപ്പോഴത്തെ മെറ്റീരിയൽ കൊടുക്കുന്നതിൽ വേണ്ട. ഇപ്പൊ നമ്മൾ സ്പീക്കറാണ് കൊടുക്കുന്നത്. ഹൈഡ് ചെയ്ത് സ്പീക്കറിന്റെ ഫ്രണ്ട് സൈഡ് ഇതേപോലെ ഒരു പീസ് ആയിട്ട് ഉണ്ടാവുക. അതിന് സ്പീക്കറിന്റെ ടെക്സ്ചർ ഡൗൺലോഡ് ചെയ്യുന്നത്. ഫോർ സ്പീക്കർ സ്പീക്കറിന്റെ ഒരുപാട് മോഡൽസ് നമുക്ക് കിട്ടും. അതൊന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോ ഈ ഒരു മോഡൽ കൊടുക്കാം. കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മോഡൽ നോക്കി നോക്കാം. ഇത് കൊടുക്കാം. സേവ് ചെയ്ത് നമ്മള് മെറ്റീരിയലിൽ വരുന്ന സ്ലോട്ടിന് പേര് കൊടുത്ത് സ്പീക്കർ. അതുപോലെ ഡിഫ്യൂസിൽ വരുന്ന ഓപ്ഷനിൽ ബിറ്റ് മാപ്പ് ഓൺ ആക്കി കൊടുക്കുന്ന സ്പീക്കറിന്റെ ടെക്സ്ചർ ഓപ്പൺ ചെയ്യാം. ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ സ്പീക്കറിന്റെ ഫ്രണ്ട് ഏരിയ സെലക്ട് ചെയ്ത് അസൈൻ ചെയ്ത് ഷോ ചെയ്ത് നമുക്കിവിടെ സ്കെയിലിംഗ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ സ്പീക്കറിന്റെ വ്യൂ ഇമേജ് എന്നുള്ള ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ക്രോപ്പ് ചെയ്യാം. സ്പീക്കറിന്റെ ഒരു ലെവലിനനുസരിച്ചുള്ള ക്രോപ്പിംഗ് ചെയ്ത് കൊടുക്കുക, അപ്ലൈ കൊടുക്കുക. ഇനി ഇതിനെ മാപ്പ് സ്കെയിലർ ചെയ്യാം. മാപ്പ് സ്കെയിലർ അല്ലെങ്കിൽ UVW മാപ്പിംഗ് അല്ലെങ്കിൽ ഇതാ ഇവിടെയുള്ള ഈ ടൈലിങ് നമുക്ക് ഏത് വേണേലും യൂസ് ചെയ്യാം. ഓരോ ഒബ്ജക്റ്റിനും നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഏതൊരു കമാൻഡിൽ നിന്നാ കിട്ടാന്ന് പറയാൻ പറ്റൂല. ചിലപ്പോൾ മാപ്പ് സ്കെയിലറിന്ന് കിട്ടൂല. അപ്പൊ നമ്മൾ UVW മാപ്പ് യൂസ് ചെയ്യണം. അത് നമ്മളെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാം.
അതുപോലെ സ്പീക്കറിന്റെ ബോർഡറിന് ഞാൻ ബ്ലാക്ക് ആണ് കൊടുക്കുന്നത് ഫുള്ളായിട്ട്. ഇവിടെ ഓൾറെഡി ഞാൻ ബ്ലാക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അതിന് പേര് മാറ്റുന്നത് ബ്ലാക്ക് കളർ. അസൈൻ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, അസൈൻ ചെയ്യുക. ഈ ബ്ലാക്കിന് കുറച്ച് നമുക്ക് ഷൈനിങ് ഒക്കെ കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് റിഫ്ലക്ഷൻ കുറച്ച് കൊടുക്കുക. റിഫ്ലക്ഷൻ ഗ്ലോസിന് 0.8 കൊടുക്കും. ഇനി ഇത് നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് വെക്കാം. കാരണം ഈ ഒരു സെറ്റ് ഫുള്ള് കംപ്ലീറ്റ് ആവും. ഗ്രൂപ്പ് ചെയ്ത് സ്പീക്കർ ഗ്രൂപ്പിന്റെ പേര് കൊടുക്കുക, സ്പീക്കർ 1 എന്ന് കൊടുക്കുക. ഓക്കെ. അതിനു മുമ്പായിട്ട് നമ്മൾ ഇവിടുത്തെ കൊടുത്ത മാപ്പ് സ്കെയിലർ ഉണ്ട്, അതൊന്ന് കോപ്പി ചെയ്യുന്നത് നന്നാവും. അതിനു വേണ്ടിയിട്ട് ഇതൊന്ന് അൺഗ്രൂപ്പ് ചെയ്യണം. അൺഗ്രൂപ്പ് ചെയ്തിട്ട് ഏതിലാണോ മാപ്പ് സ്കെയിലർ കൊടുത്തത് ആ ഒരു പോർഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ UVW മാപ്പിംഗ് ഉണ്ട്, അത് കോപ്പി ചെയ്യാം. ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് വീണ്ടും ഗ്രൂപ്പിലേക്ക് തന്നെ കൊണ്ടുപോയി ഗ്രൂപ്പ് ചെയ്യാം. സ്പീക്കർ സെലക്ട് ചെയ്ത് അസൈൻ ചെയ്ത്, അതുപോലെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്തത് ഇവിടെ പേസ്റ്റ് ആസ് ഇൻസ്റ്റൻസ് ഉണ്ടാവും, അത് കൊടുക്കുക. മാപ്പിംഗ് അവിടെ വന്ന് സ്പീക്കറിന്റെ ബോക്സ് സെലക്ട് ചെയ്യുക, നമ്മളെ ബ്ലാക്ക് ഫിനിഷിംഗ് ഉള്ള പെയിന്റ് കൊടുക്കുക. വീണ്ടും സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് ആക്കുക, സ്പീക്കർ സ്പീക്കർ 2 എന്നുള്ള പേര് കൊടുത്ത് ഓക്കെ അടിച്ച്. അതേപോലെ താഴത്ത് ഞാനൊരു ഹൊറിസോണ്ടലായിട്ടൊരു സ്പീക്കർ വെച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ സെയിം മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഗ്രൂപ്പ് ആണെങ്കിൽ അൺഗ്രൂപ്പ് ചെയ്ത് കൊടുക്കുക, സ്പീക്കറിന്റെ ഫ്രണ്ട് സെലക്ട് ചെയ്യുക, നമ്മൾ സ്പീക്കർ അസൈൻ ചെയ്യുക, മാപ്പ് സ്കെയിലർ പേസ്റ്റ്. ഇവിടെ മാപ്പ് സ്കെയിലർ പേസ്റ്റ് മാത്രം കൊടുത്താൽ മതി, ഇൻസ്റ്റൻസ് കൊടുക്കണ്ട. കാരണം ഇവിടെ നമ്മൾ ഗിസ്മോ തിരിക്കാൻ പോകുന്നത്. ഓട്ടോമാറ്റിക് അലൈൻ ആയി വന്നിട്ടുണ്ട്. അപ്പൊ വേറെ ചേഞ്ച് ഒന്നും ചെയ്യാനില്ല. ഇതിപ്പോ റൊട്ടേഷൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഗിസ്മോ ഓൺ ആക്കിയിട്ട് നമുക്ക് ഇവിടെ റൊട്ടേറ്റ് ചെയ്യാം. വീണ്ടും ഞാൻ ഈ ബ്ലാക്ക് കളർ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിനെ ഗ്രൂപ്പ് ചെയ്യാം. സ്പീക്കർ 3. ഇപ്പൊ നമുക്ക് ഫ്രണ്ടിലുള്ള 3 സ്പീക്കർ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിൽ വരുന്നുണ്ട് സ്പീക്കർ. ഞാൻ അതിനു കൂടി സെറ്റിങ്സ് ചെയ്യാണ്. ഇത് ഗ്രൂപ്പ് ആണെങ്കിൽ ഗ്രൂപ്പ് അല്ല. അപ്പൊ ഞാൻ ഈ 2 സ്പീക്കറും സെലക്ട് ചെയ്തിട്ട് ആദ്യം കളറ് കൊടുക്കുന്നു. കാരണം ഇത് ഞാൻ ഡിറ്റാച്ച് ചെയ്തിട്ടില്ല സ്പീക്കറിന്റെ ഏരിയ. അപ്പൊ ഇതിനെ ഞാൻ ഇനി കൺവേർട്ട് ടു എഡിറ്റബിൾ പോളിയിലേക്ക് ആക്കി പോളിഗൺ സെലക്ട് ചെയ്ത് എവിടെയാണോ സ്പീക്കർ വെക്കേണ്ടത് ആ പോളിഗൺ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്പീക്കർ മെറ്റീരിയൽ സെലക്ട് ചെയ്യുക, അസൈൻ ചെയ്യുക, ഷോ ചെയ്യുക. ഇനി ഇതിൽ നമുക്ക് UVW മാപ്പിംഗ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇവിടെ കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി ആക്കുക. ഇപ്പൊ ചെയ്ത പോലെ തന്നെ പോളിഗൺ സെലക്ട് ചെയ്യുക, സ്പീക്കർ അസൈൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ പേസ്റ്റ് ചെയ്യുക മാപ്പിംഗ്. ഓക്കെ, ഇനി സൈഡിൽ 2 സ്പീക്കർ ഉണ്ട്. അതും വേറെ എഡിറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ബോക്സിന്റെ കളർ മൊത്തം കൊടുക്കാം. എന്നിട്ട് ആവശ്യമുള്ള ഭാഗം അങ്ങോട്ട് പോളിയിലേക്ക് മാറ്റിയതിന് ശേഷം സ്പീക്കറിന്റെ മെറ്റീരിയൽ കൊടുക്കാം.
ഇത് കുറച്ച് വലിയ സൈസ് സ്പീക്കറാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് പഴയ മാപ്പ് സ്കെയിലർ ഇതിന് സൂട്ട് ആവില്ല. അപ്പൊ അതൊന്ന് പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്താലും മതി. പേസ്റ്റ് ചെയ്യുക, നമുക്ക് സ്പീക്കറിന്റെ സൈസ് ഒന്ന് എഡിറ്റ് ചെയ്യാം. ഇനി ഈ മാപ്പിംഗ് നമുക്ക് കോപ്പി ചെയ്യാം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഈ സ്പീക്കറിന് സെയിം സൈസ് ആയതുകൊണ്ട് ഇത് അപ്ലൈ ചെയ്യാം. പോളിഗൺ സെലക്ട് ചെയ്യുന്ന സ്പീക്കറിന്റെ ഫ്രണ്ട്, അപ്പോൾ സ്പീക്കർ സെലക്ട് ചെയ്ത് അസൈൻ ചെയ്ത് ഇവിടെ മാപ്പ് സ്കെയിലിംഗ് പേസ്റ്റ് ആസ് ഇൻസ്റ്റൻസ് കൊടുക്കുക. നമ്മള് 2, 4, 6, 7 സ്പീക്കർ സെറ്റ് ചെയ്തു, വാള് സെറ്റ് ചെയ്ത്, ഫ്ലോർ സെറ്റ് ചെയ്ത്, സോഫ സെറ്റ് ചെയ്തു. ക്യാമറ വെക്കാന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നവാസ? നൈറ്റും സണ്ണും. ഇത് നമ്മളിപ്പോ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള റൂം, നമുക്കൊരു ക്യാമറ സെറ്റ് ചെയ്യണം. നമുക്ക് 2 ടൈപ്പിൽ ചെയ്യാം. ഒന്നെങ്കിൽ ക്യാമറയുടെ ഉള്ളിൽ നിന്ന് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാമറ പുറത്ത് വെച്ചിട്ടും സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇപ്പൊ ഫസ്റ്റ് സെറ്റ് ചെയ്ത് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ വീറയില് ലൈറ്റിങ് സെലക്ട് ചെയ്യുക, ഇവിടെ വീറ ഓപ്ഷൻ ആക്കി കൊടുക്കുക. ഇവിടെ ക്യാമറയില് വീറ ആക്കി കൊടുക്കുക. വീറ ഫിസിക്കൽ ക്യാമറ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അങ്ങനെ ക്യാമറ സെലക്ട് ചെയ്ത് അതേപോലെ റൂമിന്റെ ഉള്ളിൽ നിന്ന് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ടോപ്പ് വ്യൂവിൽ വരിക, ജസ്റ്റ് അങ്ങനെ ഡ്രാഗ് ചെയ്യാം. ക്യാമറന്റെ പൊസിഷന് ഇപ്പൊ ടോപ്പിലാണുള്ളത്. അവിടെ ഓട്ടോ ഗ്രിഡ് ഓൺ ആയിരുന്നു, അതുകൊണ്ടാണ് ടോപ്പിൽ വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ 0-ലായിരിക്കും വരിക. അത് ഞാനൊന്ന് ഒരു ഐ ലെവൽ എന്ന് പറയുന്നത് ഒരു 150 to 170 ആ ഒരു ഹൈറ്റ് ആണ്. നമുക്ക് ആ ഹൈറ്റിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഒന്ന് ക്യാമറ വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ കീബോർഡിൽ C പ്രസ് ചെയ്താൽ മതി, ക്യാമറ വ്യൂ കിട്ടും. ഇപ്പൊ നമുക്ക് ക്യാമറ വ്യൂ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടൈമാണ്. നമ്മളിവിടെ മോഡിഫയർ ലിസ്റ്റിൽ വരിക. ഇപ്പൊ ക്യാമറ സെലക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വീറെ ക്യാമറ എന്നുള്ളിടത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെലക്ട് ക്യാമറ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ മോഡിഫയർ ലിസ്റ്റിൽ നമുക്ക് ക്യാമറന്റെ പ്രോപ്പർട്ടീസ് വന്നിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് ക്യാമറന്റെ സൂമിങ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എത്ര വ്യൂ നമുക്ക് കാണണം, എത്ര ഏരിയ നമുക്ക് കിട്ടണം എന്നുള്ളത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് റെൻഡർ ചെയ്യാൻ F9 പ്രസ് ചെയ്യുക. ഉള്ളിൽ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല അല്ലെ? നമുക്ക് ഒബ്ജക്റ്റിന് മെറ്റീരിയലിന് റിഫ്ലക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. അതൊക്കെ നമുക്ക് കറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഒരു ലൈറ്റ് സെറ്റപ്പ് വേണം. ഇതിപ്പോ കുറച്ച് ലൈറ്റ് കയറി വരുന്നതെന്ന് പറഞ്ഞാൽ ഈ 2 വാളിന്റെ ഇടയിൽ നമ്മൾ ലൈറ്റ് പാസ് ചെയ്യുന്നുണ്ട്. അതായത് ഗ്ലോബൽ ഇലുമിനേഷന്റെ പുറത്തത്തെ എൻവയോൺമെന്റ് ലൈറ്റ് പാസ് ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ച് ലൈറ്റ് ഇതിന്റെ ഉള്ളിൽ കിട്ടിയിട്ടുള്ളത്. നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഞാനിവിടെ വാള് സെലക്ട് ചെയ്ത് ഈ ഒരു വാളും സെലക്ട് ചെയ്തു. ഈ 2 വാളിന്റെ ഇടയിൽ കൂടെയാണ് ലൈറ്റ് പാസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഇതിന്റെ വെർട്ടെക്സ് ഒന്ന് താത്തിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, ഫ്ലോർ ടച്ച് ചെയ്യുന്ന രീതിയിൽ.
ഞാനിപ്പോ ഇതിൽ കുറച്ച് ട്യൂബ് ലൈറ്റ്സ് LED ട്യൂബ് ലൈറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. ഒന്ന് നോട്ട് ചെയ്തോളാം. അതായത് ഇങ്ങനെ നോട്ട് ചെയ്യുക, LED ട്യൂബ് ലൈറ്റിന് ലൈറ്റ് മെറ്റീരിയൽ കൊടുക്കണം. അതെങ്ങനെ, അതാണ് നമ്മളിപ്പോഴത്തെ ടോപ്പിക്. അതിപ്പോ LED ലൈറ്റ് എവിടൊക്കെയാണ് വേണ്ടത്, ആ ഒരു ഒബ്ജക്റ്റുകൾ മുഴുവൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ സീലിംഗിൽ ഞാൻ ട്യൂബ് ലൈറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് ഞാൻ ലൈറ്റ് മെറ്റീരിയൽ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മെറ്റീരിയൽ സ്ലോട്ട് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യുക സ്ലോട്ട്. അതിൽ സ്റ്റാൻഡേർഡ് എന്നുള്ളിടത്ത് ചിലപ്പോൾ വീർ ആയിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഇനി എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നത് ഇവിടെ വീറ എന്നുള്ള ഓപ്ഷനിൽ ലൈറ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണുന്നുണ്ടോ? വീറ ലൈറ്റ് മെറ്റീരിയൽ. അപ്പോൾ വീറ ലൈറ്റ് മെറ്റീരിയൽ സെലക്ട് ചെയ്യുക, ഓക്കെ ചെയ്യുക. എന്നിട്ട് ഡയറക്റ്റ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിനെ അസൈൻ ചെയ്ത് കൊടുക്കുക, ഷോ ചെയ്യുക. എല്ലാ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, വീറ ലൈറ്റ് മെറ്റീരിയൽ അസൈൻ ചെയ്യുക, ഷോ ചെയ്യുക. ഇത്ര തന്നെ ഉള്ളൂ. ഇനി നമുക്കൊന്ന് ക്യാമറ വ്യൂയിലേക്ക് പോയി നോക്കാം. ക്യാമറ വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ കീബോർഡിൽ C പ്രസ് ചെയ്യുക. പിന്നെ ഒന്ന് റെൻഡർ ചെയ്താലേ നമുക്ക് അവിടെ കാണാം ലൈറ്റിന്റെ പവർ ആയിട്ടില്ല. അപ്പൊ നമുക്ക് പവറിന്റെ സെറ്റിങ്സ് കൂടി നോക്കാം. നമ്മളിപ്പോ കൊടുത്ത ലൈറ്റ് മെറ്റീരിയലിന്റെ സ്ലോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ കളർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഈ കളർ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാ കളറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ കളറിലായിരിക്കും ലൈറ്റ് ഇലുമിനേറ്റ് ചെയ്യുക. ഞാനിപ്പോ ഇവിടെ ഒരു വൈറ്റ് തന്നെ കൊടുക്കാം. ഞാൻ വൈറ്റ് കൊടുത്ത് ഓക്കെ അടിച്ച് അടുത്ത കാണുന്ന ഈ 1 എന്നുള്ളൊരു കോളം കണ്ടില്ലേ, ഈ 1ലാണ് നമ്മൾ ഇതിന്റെ പവർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ലൈറ്റ് എത്രത്തോളം പവർ വേണം, എത്രത്തോളം പ്രകാശിക്കണം എന്നുള്ളത്. അപ്പൊ നോർമൽ ഇപ്പോ ഞാൻ വീറ ക്യാമറയാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് ഹൈ എമൗണ്ട് കൊടുക്കാം, ഒരു 50 എമൗണ്ട് കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഡയറക്റ്റ് ഇലുമിനേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതൊന്ന് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. സബ്ഡിവിഷൻ എന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം ആ ലൈറ്റിന് പെർഫെക്ഷൻ കിട്ടണം, അതിന്റെ ലൈറ്റിന്റെ ഔട്ട്, അതിന്റെ ഷാഡോ എത്രത്തോളം സ്മൂത്ത് ആയിട്ട് വരണം, അതിനെ കുറിച്ചിട്ടാണ് ഈ സബ്ഡിവിഷൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്കൊരു നോർമൽ ഒരു 16 കൊടുത്താൽ മതി, ലൈറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട്. ഇനി നമുക്കൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം. വേണ്ട, സീലിംഗിന്റെ ട്യൂബ് ഒന്ന് കത്താൻ തുടങ്ങി അല്ലേ? അതേപോലെ ഞാൻ ഈ ലൈറ്റിന്റെ മെറ്റീരിയൽ ഈ സൈഡിലും കൊടുക്കാൻ പോവാണ്, വാളിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും. അപ്പോ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ച ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഇത് നമുക്ക് ഇങ്ങനെ ട്യൂബിന് മാത്രമല്ല, ലൈറ്റ് മെറ്റീരിയൽ എങ്ങനെ വേണേലും കൊടുക്കാം. അതിന് വേറൊരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പൊ കൊടുക്കുന്നത് 2 സൈഡത്തെ വാളിലെ ട്യൂബിനാണ്. അപ്പോൾ ആ ട്യൂബ് ഞാൻ സെലക്ട് ചെയ്ത് മെറ്റീരിയൽ എടുക്കുന്നത് അതേ ലൈറ്റ് മെറ്റീരിയൽ തന്നെ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല, സൈഡത്തെ വാളിലുള്ള ട്യൂബിന്റെ പവർ കുറച്ച് സീലിങ്ങിനെക്കാട്ടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ അടുത്തൊരു സ്ലോട്ട് സെലക്ട് ചെയ്തിട്ട് അതിന് രണ്ടാമതൊരു ലൈറ്റ് മെറ്റീരിയൽ കൊടുത്തിട്ട് അസൈൻ ചെയ്യണം. ഇനി അതല്ല, സീലിംഗിൽ കൊടുത്ത അതേ എമൗണ്ട് തന്നെ സൈഡിലൊക്കെ മതി എന്നുണ്ടെങ്കിൽ ഈ സെയിം മെറ്റീരിയൽ സ്ലോട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. എമൗണ്ട് വാല്യൂ ഒന്നുകൂടി നമുക്ക് കുറച്ച് കൂട്ടി കൊടുക്കും, ഒരു 75 കൊടുത്തിട്ടുണ്ട്. റെൻഡർ ചെയ്യാം. നമുക്ക് ഒരു റൂമില് LED സ്ട്രിപ്പ് ലൈറ്റ് വെച്ചാൽ എത്രത്തോളം പ്രകാശം കിട്ടും ആ ഒരു എഫക്റ്റ് ഇപ്പൊ നമുക്ക് വന്നിട്ടുണ്ട്.
റെൻഡർ കുറച്ച് ലോ ക്വാളിറ്റിയിലാണ് ഇട്ടിട്ടുള്ളത്. ഒരു ഫൈനൽ റെൻഡർ ഒക്കെ ചെയ്യുമ്പോൾ അതിനുള്ള സെറ്റിങ്സ് നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞു തരാം. ഇപ്പോൾ അതിലേക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ മെറ്റീരിയൽ മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും. ഈ ഒരു വ്യൂ ഫുൾ റെൻഡർ ആയി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അടുത്ത കുറച്ച് ലൈറ്റിംഗ് കൂടി നോക്കുമ്പോൾ എന്തൊക്കെ മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. ഈ സ്പീക്കറിന്റെ ഇവിടെ ഉള്ള നെറ്റും കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. ലൈറ്റ് കുറച്ചുകൂടി ആവശ്യമുണ്ട്. നമ്മളിവിടെ LED സ്ട്രിപ്പ് ലൈറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുന്നു. വ്യൂ പോർട്ടിൽ നിന്ന് ഇപ്പൊ നമ്മള് ലാസ്റ്റ് ചെയ്ത റെൻഡറിന്റെ പിന്നെ വ്യൂ പോയെങ്കിൽ അത് തിരിച്ച് ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റൈറ്റ് ക്ലിക്ക് ഓൺ ഇതില് വേറെ ഫ്രെയിം ബഫർ എന്നിട്ട് ഒരു ഓപ്ഷൻ ആണ്. ഇതടിച്ചു കഴിഞ്ഞാല് നമ്മൾ ലാസ്റ്റ് എന്താ റെൻഡർ ചെയ്തത് ആ ഒരു വിൻഡോ ഓപ്പൺ ആവും. ഇനി നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തു നോക്കാം. ഒരു ഡോം ലൈറ്റ് ഞാനിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിന് പവർ കുറവാണ്, ഞാൻ മൾട്ടിപ്ലയർ 1 വെച്ചിട്ടുള്ളൂ. അത് നമുക്കൊന്ന് ഒരു 5 വെച്ചോട്ടെ. അതുപോലെ നമുക്ക് ലാസ്റ്റ് ഫ്രെയിം ബഫർ കിട്ടണമെങ്കിൽ വേറെ ഫ്രെയിം ബഫർ അടിക്കുക. ഇനി ഇതിൽ നമുക്കൊരു ചെറിയ പോർഷൻ റെൻഡർ ചെയ്ത് നോക്കാം. ഇവിടെ റീജിയൻ റെൻഡർ സെലക്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ആ ഏരിയ മാത്രം റെൻഡർ ചെയ്യാൻ പറ്റും. ഇവിടെ ഓരോ ഒബ്ജക്റ്റിന് നമ്മൾ മെറ്റീരിയൽ കൊടുത്തിട്ടില്ല, അപ്പൊ അതുകൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. സീലിംഗിന് നമ്മൾ കൊടുത്ത് ഇവിടെ ഒരു ഫർണിച്ചർ വരുന്നുണ്ട് രണ്ട് സൈഡിൽ. അപ്പൊ ഇതിന് നമുക്കൊരു വുഡൻ മെറ്റീരിയൽ കൊടുത്തു നോക്കാം. മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്യാം. വുഡ് എന്ന് കൊടുക്കാം. ഇവിടെ സീംലെസ് ആയിട്ടുള്ള വുഡിന്റെ ടെക്സ്ചർ സെലക്ട് ചെയ്യാൻ നോക്കുക. ഈ ഒരു മെറ്റീരിയൽ വലിയ കുഴപ്പമില്ല അല്ലെ, ഇത് കൊടുക്കാം. സേവ് ചെയ്തിട്ട് എന്താ സീംലെസ് എന്ന് പറഞ്ഞാല് ഇതിപ്പോ ഞാൻ കാണിച്ചുതരാം. ഇവിടെ ഇപ്പോ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് മെറ്റീരിയൽ എടുത്ത് സ്ലോട്ട് സെലക്ട് ചെയ്ത് ഞാനിവിടെ ഫർണിച്ചർ വുഡ് എന്ന് കൊടുത്ത് നമ്മളിപ്പോ ഡൗൺലോഡ് ചെയ്തത് ബിറ്റ് മാപ്പിൽ വഴി ആഡ് ചെയ്ത് കൊടുക്കുക. അസൈൻ ചെയ്യുക, ഷോ ചെയ്യുക. ഇവിടെ നമുക്ക് UVW മാപ്പിംഗ് യൂസ് ചെയ്യാം. ഇപ്പൊ കണ്ടോ, ഇതിപ്പോ സീംലെസ് ആയതുകൊണ്ട് ചിലപ്പോ പിക്ചർ നമുക്ക് ഇത്ര ഏരിയ ഉണ്ടാവുള്ളൂ, ബാക്കി പിക്ചർ കൂടി ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യും. ഞാനിവിടെ വേറൊരു എക്സാമ്പിൾ കാണിച്ചുതരാം. നവാസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്താള് കേട്ടോ, വോയിസ് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ ഞാനിതിന് സീംലെസ് അല്ലാത്തൊരു വുഡ് ടെക്സ്ചർ കൊടുക്കാണ്. ഇപ്പോ ഗൂഗിളിൽ വന്ന് ടെക്സ്ചർ ഫോർ വുഡ് എന്ന് മാത്രം കൊടുത്ത് ഞാനിപ്പോ ഇതിപ്പോ ഒരു സീംലെസ് അല്ലാത്തൊരു വുഡ് ടെക്സ്ചർ ആണ്. ഞാനിപ്പോ ഇത് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് അടിച്ച് ഓക്കെ, നേരെ മാക്സിൽ വന്ന്
അങ്ങനെ രണ്ടിനും സെപ്പറേറ്റ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു കോപ്പി കൂടി എടുത്ത് വെച്ച് ചെയ്ത് കാണിച്ചുതരാം. ഇപ്പൊ ഒരു സ്ലോട്ട് സെലക്ട് ചെയ്ത് അതിൽ ഞാൻ വീറയാക്കി വീറ മെറ്റീരിയൽ കൊടുത്ത് ഇനി ഇതിലേക്ക് ഞാൻ ആ പിക്ചർ ആഡ് ചെയ്യാൻ പോണ്. ബിറ്റ് മാപ്പ് ഓപ്പൺ ചെയ്ത് നമ്മളിപ്പോ സീംലെസ് അല്ലാത്തൊരു പിക്ചർ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഓപ്പൺ ചെയ്ത് അസൈൻ ചെയ്യുന്നു. പേര് മാറ്റി കൊടുക്കാം, ഓക്കെ അടിക്കുക, ഷോ ചെയ്യുക. ഇപ്പൊ ടെക്സ്ചർ നല്ല വൃത്തിയിൽ ഇതിൽ വന്നിട്ടുണ്ട്, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഈ പ്ലെയിനിൽ എന്ത് ചെയ്ത് നമ്മൾ സീംലെസ് ആയിട്ടുള്ള ഒരു പിക്ചർ കൂടി ആഡ് ചെയ്യാണ്, അതും നല്ല വൃത്തിയിൽ വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ഇതിനൊന്ന് മാപ്പ് സ്കെയിൽ ചെയ്യണം, അല്ലെങ്കിൽ UVW മാപ്പിംഗ് കൊടുക്കണം. അപ്പൊ എന്താണ് അതിൽ മാറ്റം വരുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഞാൻ ഇപ്പോൾ ഇവിടെ UVW മാപ്പിംഗ് സീംലെസ് അല്ലാത്ത പിക്ചറിന് കൊടുക്കുകയാണ്. ഇവിടെ ബോക്സ് സെലക്ട് ചെയ്ത് ഇനി ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം കണ്ടോ? ആ പിക്ചറിന്റെ ഒരു കണ്ടിന്യൂഷൻ ഇവിടെ കിട്ടുന്നില്ല, ഇവിടെ ഒരു കട്ടിങ് മാർക്ക് വന്നു. അപ്പൊ സീംലെസ് ആയിട്ടുള്ള ഒരു പിക്ചറിനാണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണ്ടി UVW മാപ്പിംഗ് എടുത്ത് ബോക്സ് കൊടുത്ത് എനിക്കിവിടെ കണ്ടോ അഡ്ജസ്റ്റ് ചെയ്യാം. എത്ര ചെറുതാക്കണേ ചെറുതാക്കുക, വലുതാക്കണേ വലുതാക്കുക, പ്രശ്നമല്ല. അതേപോലെ ലെങ്ത്തിലും കണ്ടോ, ചെറുതാക്കണേലും നമുക്ക് ഒരു ഒറിജിനാലിറ്റി കണ്ടിന്യൂഷൻ ഫീൽ ചെയ്യും. ഇവിടെ കണ്ടോ കണ്ടിന്യൂഷൻ കിട്ടുന്നില്ല, ഇവിടെ കട്ടായിട്ട് അടുത്ത സീംലെസ് അല്ല അടുത്തൊരു ഫയലാണ് അതിന്റെ കോപ്പി വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ അടുത്തൊരു ഫയൽ കോപ്പി വരികയാണെന്നുണ്ടെങ്കിലും അത് ലയിച്ചു പോകും, നമ്മൾ അറിയില്ല. ഒന്നിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പോകുന്ന പോലെ കിട്ടും. അപ്പൊ അതാണ് സീംലെസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കണ്ടില്ല രണ്ടിനെയും മാറ്റം. ഇപ്പൊ നമ്മളിതിന് മെറ്റീരിയൽ അസൈൻ ചെയ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, എന്താ സെറ്റ് എന്നുള്ളത്. ഏതൊക്കെ രീതിയിൽ നമുക്ക് സീംലെസ് ആകുമ്പോൾ ഏത് രീതിയിലും ചെറുതാക്കിയിട്ടും വലുതാക്കിയിട്ടും ഒക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് സീംലെസ് ഫയലിന്റെ പ്രത്യേകത. ഇനി ഇവിടെ ജിസ്മ ഓൺ ആക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിനെ ഗ്രൂവ് ഒക്കെ കണ്ടോ, നമുക്ക് ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഓപ്പോസിറ്റ് ഉള്ളത് അസൈൻ ചെയ്യാം. UVW കൊടുക്കാം, ബോക്സ് ആക്കാം. പിന്നെ നമുക്ക് ഇതിനുള്ളിൽ ഒരു യൂണിറ്റ് കൂടി ഫർണിച്ചറിന്റെ വരുന്നുണ്ട്. ഇവിടെ TV യൂണിറ്റിന്റെ നേരെ താഴത്തുള്ളത്. ഇത് നമുക്ക് വൈറ്റ് തന്നെ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈറ്റ് കീപ്പ് ചെയ്യാം, മെറ്റീരിയൽ വേറെ ആണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ നമുക്കൊരു വുഡൻ തന്നെ വേറെ രീതിയിലുള്ള വുഡ് നോക്കാം. നമുക്ക് സീംലെസ് എടുക്കാം, ഒരു ലൈറ്റ് വുഡൻ കൊടുക്കാം. എപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ ആലോചിക്കുക യൂണിറ്റി, ഒരു റൂമിലേക്കുള്ള ഫർണിച്ചർ കാര്യങ്ങളൊക്കെ നല്ല കളർ കോമ്പിനേഷനും മെറ്റീരിയൽ സെലക്ഷനും ഒന്ന് പെർഫെക്ഷൻ ആക്കാൻ നോക്കണം. ഡിഫറെന്റ് കളർ കൊടുത്താലും എന്താ പറയാ ഒരു ഫർണിച്ചറിന്റെ ഫീലിംഗ് അല്ലേ. ഒരു ഹോം തിയേറ്റർ ഒക്കെയാണ്, ഇപ്പൊ ഞാനൊരു ഹോം തിയേറ്റർ ആണ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് വരുന്ന ഫർണിച്ചർ, സീറ്റിംഗ്, ഫ്ലോറിന്റെ മെറ്റീരിയൽ എല്ലാം ഒരു മാച്ച് ആണ്, കോമ്പിനേഷൻ ഉണ്ടാകാൻ ശ്രദ്ധിക്കാം. വുഡ് 2 പേര് കൊടുത്ത് പിക്ചർ ചേഞ്ച് കൊടുത്താൽ മാത്രം മതി. ഇതില് പിക്ചർ സെലക്ട് ചെയ്യുക, ഓക്കെ അടിക്കുക. അതിന്റെ ഫിനിഷിങ് ചെയ്ത് കൊടുക്കുക. ഇനി അപ്പൊ വുഡ് തന്നെ കണ്ടിട്ടില്ലേ, പല ടൈപ്പില് വുഡ് ഉണ്ടാവും.
അവിടെ കണ്ടോ, ഗ്ലേസിംഗ് ഉള്ള വുഡ് ഉണ്ട്, മാറ്റ് ഫിനിഷ് ഉള്ള വുഡ് ഉണ്ടാവും. ഇത് ഓരോ പോളിഷിലൊക്കെ കണ്ടില്ലേ, ചിലപ്പോ വിനൈൽ ഉണ്ടാവും നല്ല ഗ്ലേസിംഗ് ഉള്ളത്. ഈ ക്ലിയർ എന്ന് പറഞ്ഞിട്ടൊരു കോട്ടിങ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ കണ്ടില്ല, പുറത്തുനിന്ന് വരുന്ന പ്രകാശം റിഫ്ലക്ട് ചെയ്യിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഫിനിഷിങ് ഉദ്ദേശിക്കുന്നത് അതാണ്. ഏത് ഫിനിഷിങ്ങിലേക്കാണ്, മാറ്റ് വേണോ, ഗ്ലോസി വേണോ, ടെക്സ്ചർ ആയിട്ടുള്ള ഇങ്ങനെ തൊടുമ്പോ ഗ്രിപ്പ് ഫീൽ ചെയ്യുന്ന ആ മെറ്റീരിയൽ വേണോ, അതാണ് നമ്മൾ ഈ ഫിനിഷിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ റിഫ്ലക്ഷൻ ഒക്കെ ഏതാ ഫിനിഷിങ് അതിനനുസരിച്ച് കൊടുക്കുക. ഇതൊക്കെ എല്ലാ മെറ്റീരിയലിനും 5-6 തവണ കൊടുത്ത് പരിശീലിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഈ റിഫ്ലക്ഷൻ ഒക്കെ നമുക്ക് പെട്ടെന്ന് ഒരു മെറ്റീരിയലിൽ നിന്നും ഇത് പഠിച്ചെടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോ അത് നിലത്ത് വെക്കുന്ന സ്റ്റോൺ ആണെന്നുണ്ടെങ്കിലും ടൈലാണെങ്കിലും വാൾ ടെക്സ്ചർ, വുഡ്, പ്ലാസ്റ്റിക്, ഫൈബർ, ഗ്ലാസ്, ഏതാണെന്നുണ്ടെങ്കിലും നമ്മളിതിന്റെ ഫിനിഷിങ് എല്ലാത്തിനും കുറച്ചിട്ടും കൂട്ടിയിട്ടും വാല്യൂ വേരിയബിൾ ആക്കിക്കൊണ്ട് ചെയ്ത് പഠിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രൊജക്ട് നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു പ്രൊജക്ട് കിട്ടുമ്പോൾ ഇന്ന മെറ്റീരിയൽ ഇത്ര ഫിനിഷിങ് വേണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരും. അതിനിവിടെ നമ്മൾ ഈ ഫിനിഷിങ് അഡ്ജസ്റ്റ് ചെയ്ത് റെൻഡർ ചെയ്ത് നോക്കുക, ഒരുപാട് തവണ റെൻഡർ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒരു കോമൺ ആയിട്ട് ഒരു ലൈറ്റ് വെച്ച് കൊടുക്കാം, സീലിംഗിൽ നിന്ന് വരുന്ന ലൈറ്റ്. അപ്പൊ ഞാനിവിടെ കുറച്ച് ഷേപ്പുകൾ വെച്ചിട്ടുണ്ട്, റൗണ്ട് എന്നുള്ള 2 ഷേപ്പ്, ഫ്രണ്ടിലും ബാക്കിലും 2 ഷേപ്പ് വെച്ചിട്ടുണ്ട്. അവിടെ കാണാൻ പറ്റും, 1, 2, 3, 4. ഇത് നമുക്കൊരു ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലൈറ്റ് മെറ്റീരിയൽ തന്നെ കൊടുക്കാം. ഇനി ഈ ലൈറ്റിൽ നിന്നായിരിക്കും നമുക്ക് താഴോട്ടുള്ള ലൈറ്റ് കിട്ടേണ്ടത്, ഫ്ലോറിലേക്കും സീറ്റിലേക്കും ഈ റൂം മൊത്തമായിട്ടുള്ള. അപ്പൊ അതിന് നമ്മൾ ടോപ്പ് വ്യൂവിൽ പോവാ. ഇവിടെ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ആണ്. അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ പ്ലെയിൻ ലൈറ്റ് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മൾ ആ ലൈറ്റില് വീറ ലൈറ്റ് എടുത്ത് ഞാനിപ്പോ ഇവിടെ ആദ്യം ഒരു ഡോം കൊടുത്തോണ്ട് ഇവിടെ ഡോം എന്നുള്ള സെലക്ഷനിലാണ് ഉണ്ടാവുക. നമ്മൾ ലാസ്റ്റ് ഏത് കമാൻഡ് ആണോ കൊടുക്കുന്നത് അതായിരിക്കും 3ds Maxനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കമാൻഡിലും ഉണ്ടാവുക. ഇപ്പൊ ഒരു പോളിഗൺ സെലക്ട് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യാണ്. പിന്നെ നമ്മൾ ആ വർക്കൊക്കെ കഴിഞ്ഞ് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അടുത്തൊരു പോളിഗൺ സെലക്ട് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ ഇതിന് മുമ്പ് നമ്മൾ എത്രയാണോ എക്സ്ട്രൂഡ് എമൗണ്ട് കൊടുത്തത് അതായിരിക്കും ഇപ്പുറത്തും വരിക. അതേപോലെ ഞാനിവിടെ വീറ ലൈറ്റ് ഇട്ട് നേരത്തെ ഡോം ലൈറ്റ് ആണ് സെലക്ട് ചെയ്തത്, അതുകൊണ്ടാണ് ഇവിടെ ഡോം വന്നത്. ഇത് നമുക്ക് ഇവിടെ പ്ലെയിൻ ആക്കി കൊടുക്കാം. പ്ലെയിൻ ആക്കി ഈ റൂമിന്റെ ഏരിയയില് അത്രയും ഏരിയ ഇൻസൈഡ് ഒന്ന് ഡ്രാഗ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഇനി അതിനെ അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഇതിപ്പോ ചെരിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്, കണ്ടോ ലൈറ്റ്. നമുക്ക് ടോപ്പ് വ്യൂ ഒന്നും നേരെയുള്ളതാണ് വേണ്ടത്. ഞാൻ അതിനെ ഡിലീറ്റ് ചെയ്യാണ്. അത് ചെരിഞ്ഞിട്ട് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാനിവിടെ ഓട്ടോ ഗ്രിഡ് ഓൺ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വന്നത്. ഞാനിപ്പോ ഓട്ടോ ഗ്രിഡ് ഓഫ് ചെയ്യുക. ഇനി ഒന്ന് ഡ്രാഗ് ചെയ്യുന്നു. ഇപ്പൊ ലൈറ്റ് കറക്റ്റ് 0 ലെവലിൽ വന്നിട്ടുണ്ടാവും. നമുക്ക് ഇതിനെ ഇവിടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ Z ആക്സിസിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും 0. ഇവിടെ നമുക്ക് ലൈറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോ ഒരു 230 240 സെറ്റ് ചെയ്ത് ഈ ലൈറ്റിനെ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പൊ സീലിംഗിന്റെ ലൈറ്റ് നമ്മൾ ഇതേപോലെ ട്യൂബ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കാണുന്നില്ല. അത് കാണാത്ത കാരണം എന്താന്ന് വെച്ചാല്
ആണോ, നമുക്ക് വ്യൂ പോർട്ടിൽ അത് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ റെൻഡർ പോർട്ടിൽ അത് കാണാൻ പറ്റുന്നില്ല. അത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ലൈറ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ആ ലൈറ്റിന്റെ മോഡിഫയർ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴത്ത് കാണാം ഇൻവിസിബിൾ എന്നുള്ള ഒരു ഓപ്ഷൻ. ഇപ്പോൾ ഇൻവിസിബിൾ ഇപ്പോൾ ടിക്ക് ഓഫ് ആണ്, അതുകൊണ്ടാണ് ലൈറ്റ് ഇപ്പോൾ വിസിബിൾ ആണ്, ഇൻവിസിബിൾ അല്ല. അതുകൊണ്ടാണ് ലൈറ്റിന് എവിടെ വെച്ച് അതിന്റെ മേലോട്ടുള്ള ഒരു പാർട്ടും കാണാൻ പറ്റാത്തത്. ഇപ്പൊ നമ്മൾ ഇൻവിസിബിൾ ആക്കി കൊടുത്ത് അതേപോലെ ഞാൻ ഒന്നുകൂടി റെൻഡർ ചെയ്യണം. അപ്പൊ ലൈറ്റ് ഇൻവിസിബിൾ ആയിട്ടുണ്ടാവും, ലൈറ്റിന്റെ സോഴ്സ് ഇൻവിസിബിൾ ആവില്ല. കാരണം ലൈറ്റിന്റെ സോഴ്സിൽ നിന്ന് ലൈറ്റ് താഴോട്ട് വന്നുകൊണ്ടിരിക്കും. എന്നാൽ നേരെ മറിച്ച് ലൈറ്റ് നമുക്ക് കാണാൻ പറ്റൂല. ആ ഒരു അറേഞ്ച്മെന്റിനാണ് ഇവിടെ ഇൻവിസിബിൾ ടിക്ക് ഓൺ ചെയ്യുന്നത്. ഇൻവിസിബിളിന്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, സ്റ്റോർ വിത്ത് ഇറേഡിയൻസ് മാപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം, അതുകൂടി ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ റെൻഡർ ചെയ്തപ്പോൾ അതിന്റെ ലൈറ്റ് കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ മൾട്ടിപ്ലയർ എമൗണ്ട് 1 അതുകൊണ്ടാണ് അവിടെ ലൈറ്റ് കുറവ് കാണിച്ചത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 7 ഒക്കെ കൊടുത്ത്. അതുപോലെ അതിന്റെ കളർ നമുക്ക് സെലക്ട് ചെയ്യാം, ലൈറ്റ് എത്ര കളറിൽ പാസ് ചെയ്യണം. ചെറിയൊരു കൂൾ കളർ കൊടുക്കാം. ഓക്കെ, ഇനി ഒന്ന് റെൻഡർ ചെയ്യാം. ഇപ്പൊ റൂമിൽ ഒന്നുകൂടി വെളിച്ചം വന്നിട്ടുണ്ട്. നമുക്കപ്പോ എമൗണ്ട് 7 എന്നുള്ളത് പോരാ, ഒന്നുകൂടി എമൗണ്ട് കൂട്ടി കൊടുക്കണം. ഒരു 15 കൊടുക്കാം. ഇനി ഒന്ന് റെൻഡർ ചെയ്യാം. അത്യാവശ്യം നല്ലൊരു ലൈറ്റ് തന്നെ വന്നിട്ടുണ്ടല്ലേ റൂമില്. ഇപ്പൊ റൂമിന്റെ ഓവറോൾ ഇന്റീരിയർ ലൈറ്റ് നമുക്ക് ഇത് മതി. കാരണം ഇതിൽ കൂടി കഴിഞ്ഞാല് നമുക്ക് ഈ നൈറ്റ് വിഷന്റെ ഈ ഒരു ഫീലിംഗ് കിട്ടൂല. അതായത് ഈ ട്യൂബ് ലൈറ്റ് ഒക്കെ കത്തി നിൽക്കുമ്പോൾ ബാക്കിയുള്ള ലൈറ്റ് കൂടി ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ട്യൂബ് ലൈറ്റിന്റെ എഫക്റ്റ് കിട്ടൂല. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെറിയ ട്രിക്കുകളുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കാണിച്ചുതരാം. ആദ്യം ഇവിടെ ഒരു ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ലൈറ്റ് മെറ്റീരിയൽ കൊടുത്തപ്പോൾ ഇത് ഗ്രൂപ്പ് അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ 2 സർഫേസ് സീലിങ്ങിൻ്റെത് മെറ്റീരിയൽ വരാത്തത്. മെറ്റീരിയൽ അത് സെലക്ട് ചെയ്ത് അസൈൻ ചെയ്ത് അപ്പൊ അത് ലൈറ്റ് മെറ്റീരിയലിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പീക്കർ കാര്യങ്ങളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. കാരണം ഇപ്പൊ ലാസ്റ്റ് റെൻഡർ ചെയ്ത് ഫയൽ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് ഉണ്ട്. ഓക്കെ, ഇതിന് നമ്മള് ഒന്നുകൂടി ഞാൻ ആ ഭാഗം മാത്രം വേണമെന്നുണ്ടെങ്കിൽ റെൻഡർ ചെയ്ത് കാണിക്കാം. അത് ഫുൾ റെൻഡർ ആയി കഴിഞ്ഞാലും നമ്മൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് സ്പീക്കറിന്റെ ഏരിയയിൽ കിട്ടിയെന്ന് വരില്ല. അപ്പൊ നമുക്ക് ആ ഒരു സൈഡിലേക്ക് ഇപ്പൊ റെൻഡർ ആവുന്ന ആ ഒരു കോളത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു ലൈറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം, ഒരു ഹിഡൻ ലൈറ്റ്. ഹിഡൻ ലൈറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ റെൻഡർ സെറ്റിംഗ്സ് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാല് ഗ്ലോബൽ സ്വിച്ചസിൽ ഹിഡൻ ലൈറ്റ്സ് എന്നുണ്ടാവും. ഇത് ടിക്ക് ഓഫ് ചെയ്യണം, അല്ല ടിക്ക് ഓൺ ചെയ്യണം, എന്നാലേ ഹിഡൻ ലൈറ്റ്സ് വർക്ക് ചെയ്യുള്ളൂ. ഇനി ഹിഡൻ ലൈറ്റ്സ് വേണ്ട, നമുക്ക് അതിന്റെ എഫക്റ്റ് മാത്രം കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ ഹിഡൻ ലൈറ്റ്സ് ഓഫ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അപ്പോ ഈ കാര്യം മറന്നുകൊണ്ടാ, ഇത് അധികാരം ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. നമ്മള് ലൈറ്റ് ഇവിടെ ഹൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ടിക്ക് ഓഫ് ചെയ്യണ്ട. ഇനിയിപ്പോ ലൈറ്റ് ഹൈഡ് ചെയ്തിട്ട് ലൈറ്റിന്റെ എഫക്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹിഡൻ ലൈറ്റ് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഞാനിവിടെ ടിക്ക് ഓഫ് ചെയ്യാണ്, അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു തന്നുള്ളൂ. ഇവിടെ ഒബ്ജക്റ്റ് ഞാൻ രണ്ടും സെലക്ട് ചെയ്ത് ഈ ഒബ്ജക്റ്റിന്റെ അതേ ഷേപ്പില് നമുക്ക് ലൈറ്റ് വെച്ച് കൊടുക്കണം. ഞാൻ ഇവിടെ ഇപ്പോ വേറെ ലൈറ്റ് എടുത്ത് ഓട്ടോ ഗ്രിഡ് ഓൺ ചെയ്യാം, ഒന്ന് ഡ്രാഗ് ചെയ്ത് വരച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് വരച്ചാൽ മതി. പിന്നെ അതിന്റെ സൈസ് നമുക്ക് എന്ത് ചെയ്യാം, മോഡിഫയർ ലിസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. എന്നിട്ട് സൈസ് കുറച്ച് കൂട്ടി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല.
അതിന്റെ ഒരു പൊസിഷനൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ ലൈറ്റിനെ കുറച്ച് ബാക്കോട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നേരത്തെ ഇതുപോലെ തന്നെ മൾട്ടിപ്ലയർ നമുക്ക് ഇത്ര ആവശ്യമില്ല സ്പീക്കർ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിലേക്കുള്ള ഒരു മൾട്ടിപ്ലയർ നമുക്കൊരു 5 ഒക്കെ മതി. 5 കൊടുക്കുക. ജസ്റ്റ് ഒന്ന് റെൻഡർ ചെയ്ത് നോക്കുക. വേണ്ട സ്പീക്കർ നമുക്ക് ഈ രീതിയിൽ കാണാൻ പറ്റും. കുറച്ചുകൂടി അതിന്റെ ഡീറ്റെയിലിംഗ് കിട്ടിയിട്ടുണ്ട്. നേരത്തെ വ്യൂ പോർട്ടിൽ ഇത്ര കാണാൻ പറ്റില്ലായിരുന്നു, കാരണം അതിലേക്ക് ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ക്യാമറയിൽ നോക്കിയിട്ട് റെൻഡർ ചെയ്ത് നോക്കാം. വാല്യൂ കൂടിയിട്ടില്ല. ലൈറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. വാല്യൂ കൂട്ടി കൊടുക്കാം. ഇത് ചെറിയ ലൈറ്റ്, നമ്മളിപ്പോ പ്ലെയിൻ ലൈറ്റ്, ഇവിടെ വലിയൊരു പ്ലെയിൻ ലൈറ്റ് സെയിം കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന് 15 മൾട്ടിപ്ലയർ കൊടുത്തപ്പോ തന്നെ റൂമിൽ അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ ഇതിന് എന്താണ് 20 കൊടുത്തിട്ടും മൾട്ടിപ്ലയറിൽ ലൈറ്റ് കാണാത്തതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഇതിന്റെ സൈസ് കുറവാണ്. സൈസ് കുറയുന്നതോറും മൾട്ടിപ്ലയർ കൂട്ടി കൊടുക്കണം. ഇനിയിപ്പോ വലിയ ഒരു ഏരിയയിലുള്ള ഒരു പ്ലെയിൻ ലൈറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ നമുക്ക് 1, 2, 3 അത്ര വാല്യൂ ഒക്കെ മതിയാവും. സൈസ് ലൈറ്റിൻ്റെ കുറയുന്തോറും അതിന്റെ ഇന്റൻസിറ്റി പവർ നമ്മൾ കൂട്ടി കൊടുക്കണം. മൾട്ടിപ്ലയറിൽ ഞാൻ 40, 45 ഒക്കെ കൊടുത്ത് റെൻഡർ ചെയ്യാം. 45 കൊടുത്തപ്പോഴൊക്കെയാണ് നമ്മൾ സ്പീക്കറിലേക്ക് കുറച്ച് ലൈറ്റ് എത്തിയത്. ഇനി അതിന് ഒന്നുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കളർ ഒന്ന് മാറ്റി വൈറ്റിലേക്ക് തന്നെ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ലൈറ്റ് ബ്ലൂ ആ കൊടുത്തത്, വൈറ്റിലേക്ക് കൊടുക്കാം. അപ്പൊ ഒന്നുകൂടി ബ്രൈറ്റ് ആയിട്ടുണ്ടാവും. ഇതേപോലെ എന്ത് ചെയ്യണം, എല്ലാ സ്പീക്കറിനും ലൈറ്റ് കൊടുക്കാം. നമുക്ക് ഇതിന്റെ ഒരു കോപ്പി തന്നെ എടുക്കാം. മിറർ ചെയ്ത് മിറർ ഇൻസ്റ്റൻസ് കൊടുത്ത് പൊസിഷൻ കൊടുക്കുക. അങ്ങനെ ഓപ്പോസിറ്റ് വരും. അതേപോലെ നമുക്ക് ഇവിടെയും കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്പീക്കർ വരുന്നുണ്ട്. ഇവിടെ ഒരു സ്പീക്കർ ഉണ്ട്, താഴത്തെ ഒരു സ്പീക്കർ ഉണ്ട്. അതുപോലെ ഈ യൂണിറ്റും ഉണ്ട്. ഈ യൂണിറ്റിലേക്ക് നമുക്കൊരു ഫോക്കസ് കൊടുക്കാം. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് എടുക്കുക. നമുക്ക് ഓട്ടോ ഗ്രിഡ് ചെയ്യാം. ഓട്ടോ ഗ്രിഡ് ഓൺ ചെയ്ത് പ്രോപ്പർട്ടീസിൽ വന്നു കഴിഞ്ഞാൽ താഴത്ത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് വലുതായാലും കുഴപ്പമൊന്നുമില്ല, ലൈറ്റിന്റെ കാര്യമല്ല.
ഇവിടെ ലൈറ്റ് വാളിന്റെ ഉള്ളിലാണ് പോയിട്ടുള്ളത്. അതാണ് അതിന് നേരെ മിറർ ചെയ്യാണ്. ഇതിന്റെ സെയിം കോപ്പി എടുത്തിട്ട് ഓപ്പോസിറ്റ് ഉള്ള സ്പീക്കറിൽ കൊടുക്കാം. അതുപോലെ താഴെ ഒരു സ്പീക്കർ വരുന്നുണ്ട്. ഇതിനും നമുക്ക് കൊടുക്കാം ലൈറ്റ് മെറ്റീരിയൽ. ഇനിയുള്ളത് TV ഫർണിച്ചർ യൂണിറ്റ്. ഇതിനും നമുക്ക് ലൈറ്റ് മെറ്റീരിയൽ കൊടുക്കാം. ഏത് ഭാഗത്തു നിന്നാണോ ലൈറ്റ് വരണ്ടെന്നുള്ളത് കാണിച്ചു കൊടുക്കുക. ഒന്ന് റൊട്ടേറ്റ് ഒക്കെ ചെയ്തിട്ട് മുകളിൽ നിന്ന് താഴോട്ടാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഷാഡോയിലും മാറ്റം വരും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ടിവിക്ക് മെറ്റീരിയൽ കൊടുക്കാം. ഫുൾ റെൻഡർ നമുക്ക് ലാസ്റ്റ് ചെയ്ത് നോക്കട്ടോ, എല്ലാ മെറ്റീരിയലും കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം. അപ്പൊ ഇവിടെ ടിവിയിലേക്കുള്ള ഒരു മെറ്റീരിയൽ കൊടുത്തു നോക്കാണ്. TV സ്ക്രീൻ വെച്ചാൽ ചിലപ്പോ ഇതിന് TV സ്ക്രീൻ അടിക്കുമ്പോൾ നമ്മൾ ടെക്സ്ചർ യൂസ് ചെയ്യരുത്, കിട്ടിയെന്ന് വരില്ല കറക്റ്റ്. TV ഷോസ് കിട്ടും. അല്ലെങ്കിൽ TV വാൾപേപ്പർ അടിച്ചാലും മതി. ക്ലിയർ പിക്ചർ കൊടുക്കാം. ഇവിടെ മെറ്റീരിയലിൽ വരിക, ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യുക, നമുക്ക് അതിന് TV എന്ന് പേര് കൊടുക്കാം. അതിന് മുന്നേ ഇതൊരു വീറയിലേക്ക് മാറ്റാം. അതിപ്പോ സ്റ്റാൻഡേർഡിലുള്ളത്. മെറ്റീരിയൽ സെലക്ട് ചെയ്ത് വീറയിൽ വന്ന് വീറ മെറ്റീരിയൽ കൊടുക്കുക. ഓക്കെ, ഇത് നമ്മൾ ബിറ്റ് മാപ്പ് ഓപ്പൺ ചെയ്യുന്നു, TV ഓപ്പൺ ചെയ്യുന്നു, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, അസൈൻ ചെയ്യുക, ഷോ ചെയ്യുക. ഇപ്പോൾ റെൻഡർ ചെയ്യുമ്പോൾ ടിവിയിൽ നമുക്ക് പിക്ചർ വന്നിട്ടുണ്ട്, പക്ഷെ ടിവിന്ന് വരുന്ന ഒരു ലൈറ്റ് എഫക്റ്റ് കിട്ടും അല്ലേ. ഇപ്പൊ സ്ക്രീനിൽ ഇപ്പോൾ ലൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഈ നിലത്തും വാളിലും എല്ലായിടത്തും എഫക്ട് ചെയ്യും. അപ്പൊ നമുക്ക് അതിനൊരു ഒറിജിനാലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സ്ക്രീനിൽ നമ്മൾ ഈ പിക്ചറിന്റെ കൂടെ ലൈറ്റ് കൂടി കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ സാധാ ലൈറ്റോ അതേപോലെ നേരത്തെ കാണിച്ച ഈ വീറ ലൈറ്റ് മെറ്റീരിയൽ ഒന്നുമല്ല യൂസ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ മാപ്പിൽ വന്നു കഴിഞ്ഞാൽ ടിവിന്റെ മാപ്പ് സെലക്ട് ചെയ്യുക. ഇവിടെ കുറച്ച് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ കാണാം, സെൽഫ് ഇലുമിനേഷൻ എന്നുള്ളത്.
ഇതിന് സെൽഫ് ഇലുമിനേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ മാപ്പിൽ നമ്മൾ ഏതാണോ കൊടുത്തിട്ടുള്ളത് പിക്ചർ, അതൊന്ന് കോപ്പി അടിക്കുക. താഴോട്ട് വരിക, ഇവിടെ സെൽഫ് ഇലുമിനേഷന്റെ അവിടെ അതേ ബിറ്റ് മാപ്പിന്റെ ഓപ്ഷൻ ആണ്, അതിലൊന്ന് പേസ്റ്റ് ആസ് ഇൻസ്റ്റൻസ് കൊടുക്കുക. ഇപ്പൊ ഒന്ന് കണ്ടോ, ലൈറ്റ് ഇലുമിനേറ്റ് ആയത് കണ്ടോ, ഇവിടെ നോർമൽ ലൈറ്റ് ഉള്ളത്, അതിന് മൾട്ടിപ്ലയർ നമുക്ക് കൊടുക്കാം. നേരത്തെ ഈ വീറ ലൈറ്റ് മെറ്റീരിയൽ എടുത്തപ്പോ ഇവിടെ മൾട്ടിപ്ലയർ കൊടുത്തില്ലേ, അതേപോലെ ടിവിന്റെ സെൽഫ് ഇലുമിനേഷന് വേണ്ടിയിട്ടുള്ള മൾട്ടിപ്ലയർ ഇവിടെ കൊടുക്കാം. ഞാനിവിടെ ഇപ്പൊ ഒരു 10 കൊടുത്തു. നമുക്കൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം. ഇപ്പൊ ടിവിന്ന് ലൈറ്റ് വരാൻ തുടങ്ങി. ഈ ഫ്ലോറിൽ അതിന്റെ റിഫ്ലക്ഷൻ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എമൗണ്ട് ഒന്നുകൂടി കൂട്ടണേൽ കൂട്ടി കൊടുക്കാം. ഇവിടെ 10 ഉള്ളത് ഒരു 50 കൊടുത്തു. ടിവിന്റെ സൈസിനും അതിന്റെ പിക്ചറും ബേസ് ചെയ്തിരിക്കും അതിന്റെ മൾട്ടിപ്ലയറിന്റെ വാല്യൂ കൂട്ടി കൊടുക്കല്. ഇപ്പൊ ഉണ്ട്, കുറച്ച് ഒന്നുകൂടി വൃത്തിയായിട്ടുണ്ട് സ്ക്രീനൊക്കെ. ഇവിടെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം സെൽഫ് ഇലുമിനേഷന്റെ ലൈറ്റ് വാല്യൂ. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടോ മാറ്റം വരുന്നത്. ഈ ബ്ലാക്ക് എന്നുള്ളത് വൈറ്റിലേക്ക് പോകുന്നതും ഇലുമിനേഷൻ കൂടും. കുറച്ച് ബ്രൈറ്റ്നെസ് കൂടിയിട്ടുള്ളൂ, നമുക്ക് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യാം. വ്യൂ പോർട്ടിൽ തന്നെ മാറ്റം വന്ന കണ്ടില്ല, ലൈറ്റ് വരുന്ന കണ്ടില്ല. റെൻഡർ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു ടിവിന്ന് വരുന്ന ഒരു വിധം ലൈറ്റും എഫക്റ്റും ഒക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ മൾട്ടിപ്ലയറിൽ കൂട്ടാം, അല്ലാന്നുണ്ടെങ്കിൽ ഇലുമിനേഷനിലും കൂട്ടാം. ഇനി നമുക്ക് ഇവിടെ സീലിംഗിൽ 4 ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ആദ്യം നമ്മള് അതിൽ നിന്ന് വരുന്ന ലൈറ്റിന്റെ ഷാഡോ അതുപോലെ ഷെയ്ഡിങ് കൂടി ഒന്ന് കൊടുക്കാം. ഇവിടെ 1, 2, 3, 4. വാള് കൂടി സെലക്ട് ചെയ്യാം, ഫ്ലോറും സെലക്ട് ചെയ്യാം. നമ്മളിപ്പോ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഫ്രീ ലൈറ്റ് സ്പോട്ട് ലൈറ്റുകളാണ്. വീറന്റെ IAS ഇപ്പൊ ക്ലാസ് എടുക്കുന്നില്ല, അതിലേക്ക് പിന്നീട് വരാം. ഇവിടെ ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡിൽ കുറച്ച് ഫ്രീ ലൈറ്റുകൾ കാണാം. ഫ്രീ സ്പോട്ട്, ഫ്രീ ടാർഗറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോ ടാർഗറ്റ് സ്പോട്ട് എടുക്കുക. ഇത് നമ്മൾ ഫ്രീ സ്പോട്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ടോപ്പ് വ്യൂ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടാർഗറ്റഡ് ആകുമ്പോൾ ഒന്നെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ വരിക, അല്ലെങ്കിൽ ലെഫ്റ്റ് വ്യൂവിൽ വരിക, ഇങ്ങനെ ഏതെങ്കിലും സൈഡിൽ നിന്നുള്ള വ്യൂവിൽ വന്നിട്ട് വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ സ്റ്റാർട്ടിങ് പോയിന്റ് വീറന്റെ സണ്ണൊക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, ഒന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് വിടുക ചെയ്യാം സ്റ്റാർട്ടിങ് ടു എൻഡ്. അതേപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് എൻഡിങ്ങിലേക്ക് ഡ്രാഗ് ചെയ്ത് വിടാം. ടോപ്പ് വ്യൂവിലൊന്ന് വന്ന് നോക്കുക, അതിന്റെ പൊസിഷനൊക്കെ ഓക്കെ ആണോ, അല്ലാന്നുണ്ടെങ്കിൽ റെഡിയാക്കി കൊടുക്കുക. ലൈറ്റിന്റെ ഷോർട്ടേജ് കിട്ടും. അപ്പൊ ഈ കാണുന്ന കർവേച്ചറിലായിരിക്കും നമുക്ക് ലൈറ്റ് വരിക. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മ ഉണ്ടോ? ഈ റൗണ്ടും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്പോട്ട് ലൈറ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതായത് ഈ ടാർഗറ്റ് സ്പോട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രോപ്പർട്ടീസ് ലിസ്റ്റിൽ വരിക. അവിടെ വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റ് പാരാമീറ്റർ, കാരണം ഈ സ്പോട്ട് ലൈറ്റിന്റെ പാരാമീറ്റർ. ഇവിടെ ഇന്റൻസിറ്റി പറഞ്ഞിട്ട് വേറെ കാണാം. അത് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ വരുന്ന ലൈറ്റിന്റെ പവറിന്റെ പാരാമീറ്റർ ആണ്, അതിന്റെ കളറ് കാര്യങ്ങളൊക്കെ. ഇവിടെ സ്പോട്ട് ലൈറ്റിൽ വന്നു കഴിഞ്ഞാല് ഇവിടെ കണ്ടോ
ഹോട്ട്സ്പോട്ട് ബീം. നമുക്കിതിങ്ങനെ അതിന്റെ റേഡിയസ്, അതിന്റെ ഉള്ളിൽ വരുന്ന ഒരു സബ് റേഡിയസ്, ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ 2 റേഡിയസിന്റെ ഉള്ളിൽ വരുന്ന ഏരിയയിലായിരിക്കും നമുക്ക് ഷാഡോ ബയസ് വരിക, ഷാഡോ സ്പ്ലിറ്റ് ചെയ്തു പോവാം. അപ്പോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, ലൈറ്റ് സെലക്ട് ചെയ്യുക. അതിന്റെ ഇന്റൻസിറ്റി മൾട്ടിപ്ലയർ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പവർ കൊടുക്കാൻ പറ്റും. പവർ എത്രയെന്ന് വെച്ചൊന്ന് കൊടുത്തിട്ട് റെൻഡർ ചെയ്ത് നോക്കുക. കൊടുത്ത ലൈറ്റ് കുറച്ച് കുറവാണ്. 5 ഉള്ളത് നമുക്ക് വേണമെങ്കിൽ കളറൊക്കെ ചേഞ്ച് ചെയ്യാം കേട്ടോ. സ്പോട്ട് ലൈറ്റിനാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഒരു വാം കളറിലേക്കൊക്കെ കൊടുത്തിട്ട് ചെയ്ത് നോക്കാം. ഒരു 5 ഉള്ളത് ഞാനൊരു 15 കൊടുത്ത്. വേണ്ടോ ആ ലൈറ്റ് നമുക്ക് ഇവിടെ എഫക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഷെയ്ഡിങ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ പവർ ഇത്ര ആവശ്യമല്ല, കുറച്ച് കൊടുക്കാം. നമ്മ ഒരു 10 കൊടുക്കാം. 15 എന്നുള്ളതാണ് കൊടുത്തിരുന്നത്, അത് ഞാനൊരു 10ലേക്ക് ചേഞ്ച് ആക്കി. ഇനി ഇതേ ലൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇപ്പുറത്തെ സ്പോട്ട് ലൈറ്റിലേക്ക് വെച്ചു കൊടുക്കാം. ലൈറ്റ് സെലക്ട് ചെയ്ത് അതുപോലെ ടാർഗറ്റ് കൂടി സെലക്ട് ചെയ്യാം. കോപ്പി എടുത്ത് ഇൻസ്റ്റൻസ് കൊടുത്ത് ഓക്കെ ആയിട്ട് ഇതിനെ മിറർ ചെയ്യാം ഓപ്പോസിറ്റിൽ. എന്നിട്ട് ആ ലൈറ്റിന്റെ കീഴിൽ വെച്ചെടുക്കാം. നമുക്ക് ഇതിന്റെ ടാർഗറ്റ് ഒക്കെ പിന്നെ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാം, ലൊക്കേഷനൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. വാളിലേക്കാണെങ്കിൽ വാളിലേക്ക്, സെൻട്രൽ ഫ്ലോറിലേക്കാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. ഇനി ഇതിനെ നമുക്കൊന്ന് റെൻഡർ ചെയ്ത് നോക്കട്ടോ. ഇപ്പൊ കൊടുത്ത സെറ്റിങ്സ് മൊത്തം എങ്ങനെ ഉണ്ടെന്ന് ഈ റെൻഡറിൽ മനസ്സിലാവും. എല്ലാ മെറ്റീരിയലും ആദ്യം മുതലേ കൊടുത്തിട്ടുണ്ട്. ഫ്ലോറ്, സീറ്റിങ്, സ്പീക്കർ, ട്യൂബ്, ഫർണിച്ചർ, TV യൂണിറ്റ്, TV സ്ക്രീന്, അതുപോലെ വേറെ സ്പോട്ട് ലൈറ്റ്, വേറെ ലൈറ്റ് മെറ്റീരിയൽ, വേറെ പ്ലെയിൻ ലൈറ്റ്, വേറെ ഡോം ലൈറ്റ്, ഇത്രയും 10 ഐറ്റംസ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ വാൾ ടെക്സ്ചർ 11 ഐറ്റംസ്. അപ്പൊ എല്ലാം ഒന്ന് ചെയ്ത് നോക്കണം. ഇത് ഔട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതിനനുസരിച്ച് ചേഞ്ചസ് വരുത്താനുള്ളത് ചെയ്യാൻ പറ്റും. നാളെ ആര്യക്ക് വേറെ ക്ലാസ്സാണ്, വേറെ ബാച്ചില്. നമുക്ക് ഈ ട്യൂബിന്റെ ലൈറ്റ് ഒക്കെ ഒന്നുകൂടി പവർ കൂട്ടി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ട്യൂബിനൊന്നും ഇത്ര ലൈറ്റ് കണ്ടാൽ പോരാ. വാള് കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ നമുക്ക് ഈ ഫർണിച്ചർ യൂണിറ്റിലേക്ക് ഒരു ലൈറ്റ് കൊടുക്കണം. ഇവിടെ സ്പീക്കറിലേക്ക് ഓക്കെയാണ്, യൂണിറ്റെല്ലാം ഓക്കെയാണ്. അപ്പൊ നമുക്ക് ടൈം കളയണ്ട, നേരെ അതിന്റെ പവർ കൂട്ടി കൊടുക്കാം. ഇവിടെ 75 ഉള്ളത് ഞാനൊരു 150 കൊടുത്ത്. പിന്നെ ഇതിലേക്ക് വേണ്ടത്, ഇതിലേക്ക് ലൈറ്റ് കൊടുക്കണം ഫർണിച്ചർ യൂണിറ്റിലേക്ക്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല്,
എല്ലാ പ്രോജക്റ്റ് ചെയ്യുമ്പോഴും ഞാൻ ആദ്യം പറയാറുണ്ട്, ഗ്രൂപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പേര് കൊടുക്കണം എന്നല്ലേ. ഇവിടെ ഞാനിതാ ലെഫ്റ്റ് സൈഡിലെ ഫർണിച്ചർ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഓൾറെഡി പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ലെഫ്റ്റ് സൈഡ് ഫർണിച്ചർ. ഇവിടെ കൊടുത്തിട്ടുണ്ട് RM, റൈറ്റ് സൈഡ് ഫർണിച്ചർ. ഇത് എന്തിനാന്നുള്ള ഉപയോഗം നമ്മളിപ്പോ നോക്കാൻ പോവാണ്. ഞാനിവിടെ ഇപ്പോ ഒരു ലൈറ്റ് എടുത്ത് വേറെ പ്ലെയിൻ ലൈറ്റ് തന്നെ എടുത്ത് ഓട്ടോഗ്രിഡ് ഓൺ ചെയ്ത് ഒന്ന് ഡ്രാഗ് ചെയ്ത് വരച്ചു. ഓക്കെ ആണ്. ഇതിന് പൊസിഷൻ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക, കുറച്ച് താഴത്ത് വെച്ചെടുക്കുക. അതിന്റെ മൾട്ടിപ്ലെയർ 15. ഓക്കെ, എനിക്കിപ്പോ ഈ ലൈറ്റിന്ന് ഈ ഒരു ഫർണിച്ചറിലേക്ക് മാത്രം എഫക്റ്റ് പോയാൽ മതി. വേറെ വാളിലേക്കോ സീലിംഗിലേക്കോ ഫ്ലോറിലേക്കോ വേറെയുള്ള ഒരു എൻവയോൺമെന്റിലേക്കോ നമുക്ക് ലൈറ്റ് പോകേണ്ട കാര്യമല്ല. ഈ ഒരു ഫർണിച്ചറിലേക്ക് മാത്രം ഈ ലൈറ്റ് എഫക്റ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ചെയ്യുന്ന ഒരു സെറ്റിങ്സ് ആണ്. ലൈറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ എക്സ്ക്ലൂഡ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. നമ്മളിവിടെ എക്സ്ക്ലൂഡ് അടിക്കുന്നത്, അപ്പൊ ഒരു ലിസ്റ്റ് കാണാം. നമ്മുടെ വ്യൂ പോർട്ടിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അത് മൊത്തം ഇവിടെ കാണാം. ഓക്കെ ആണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൈറ്റ് സൈഡിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇനി നമ്മൾ ഏത് സൈഡത്തെ ലൈറ്റിലെ ഒബ്ജക്റ്റിലേക്കാണോ ലൈറ്റ് പോകേണ്ടത്, റൈറ്റ് സൈഡിൽ LF അല്ലേ. അപ്പൊ ഞാനിവിടെ LF സെലക്ട് ചെയ്തു, റൈറ്റ് സൈഡിൽ ഫർണിച്ചർ. അപ്പൊ RF സെലക്ട് ചെയ്തു, എന്നിട്ട് ലെഫ്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പൊ RF ഇവിടെ വന്നു. ഓക്കെ അടിക്കാം. ഇപ്പൊ ഈ ലൈറ്റ് ഈ ഒരു ഫർണിച്ചറിൽ മാത്രമേ എഫക്ട് ചെയ്യുള്ളൂ. അതേപോലെ ഇനി ലെഫ്റ്റ് സൈഡിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ഞാനിവിടെ ലൈറ്റിൽ വന്ന് വേറെ ലൈറ്റ് ഓട്ടോഗ്രിഡ് ഓൺ ചെയ്ത് ഇവിടെ ലൈറ്റ് വരച്ചു. വ്യൂവിൽ പോയി ലൈറ്റിനെ പൊസിഷൻ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്ത് ഈ ലൈറ്റ് എനിക്ക് ഇവിടെ മാത്രം യൂസ് ചെയ്താൽ മതി. ഇതിന്റെ പേരാണ് RF. ഇത് RF. അപ്പൊ നേരത്തെ ഇവിടെ LF. അപ്പൊ ഇതിന് നമ്മളൊരു മാറ്റം വരുത്തണം, എക്സ്ക്ലൂഡ് ചെയ്യുക. ഞാനിവിടെ RF കൊടുത്തിരുന്നത്, അത് LF ആക്കി കൊടുക്കുക. LF മാറ്റി ഓക്കെ അടിച്ചു. ഈ ഫർണിച്ചറിന്റെ പേരാണ് RF. അപ്പൊ ഞാൻ ഈ ലൈറ്റ് സെലക്ട് ചെയ്ത് എക്സ്ക്ലൂഡ് അടിച്ച് ഇമ്പോർട്ട് ചെയ്ത് ഇനി ഇതിന്ന് RF എടുക്കുക, തിരിച്ച് ലെഫ്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ അടിക്കുക, ഫിനിഷ്. ഇവിടെ നമുക്ക് റെൻഡർ ചെയ്ത് നോക്കാം. റീജിയൻ റെൻഡർ ചെയ്യാം. മാറ്റം എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാണെങ്കിൽ ഫർണിച്ചറിലേക്ക് ലൈറ്റ് കുറവേ വന്നിട്ടുള്ളൂ. മൾട്ടിപ്ലയർ 15.
കുറച്ചുകൂടി ലൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ മൾട്ടിപ്ലെയറിൽ മാറ്റം വരുത്തി നോക്കട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഒരു വ്യത്യാസം അറിയണമെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് റെൻഡർ ചെയ്ത് നോക്കന്നെ വേണം. അപ്പോ അവിടെ 50 ഉള്ളത് ഞാൻ കൂട്ടി കൊടുക്കാണ്. ഇപ്പൊ ഫർണിച്ചർ ഒന്നുകൂടി ബ്രൈറ്റ് ആയിട്ടുണ്ട് അല്ലേ? ഇവിടെ ഫ്ലോറിൻ്റെതൊക്കെ ഓക്കെ അല്ലേ? റെൻഡറിങ് ഇപ്പൊ കുറച്ച് ടൈം പിടിക്കുന്നുണ്ട്. ഇവിടെ ഇത്രയും ഭാഗം ആയിട്ടുള്ളൂ. ഇവിടെ ഓരോ എഫക്റ്റ് കൊടുത്തതും പിക്സൽസ് പിടിച്ച് വരണം. അതാണ് റെൻഡറിങ്ങിന് ടൈം വരുന്നത്. ഇപ്പൊ സോഫേണ്ടത് മെറ്റീരിയൽ കൊടുത്ത് എല്ലാം മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്, സ്പീക്കർ, TV, താഴത്തെ യൂണിറ്റ്. ഈ ഫ്ലോറിലേക്ക് വരുന്ന റിഫ്ലക്ഷൻസ് ഒക്കെ എത്രത്തോളം വേണമെന്നുള്ളത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. 2-3 വട്ടം ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പൊ ഫ്ലോറിൽ കണ്ടില്ലേ, ഈ ഫർണിച്ചർ യൂണിറ്റ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ടിവിന്ന് വരുന്ന ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി സോഫ സെറ്റിലേക്കും നമ്മൾ കുറച്ച് എഫക്റ്റ് ഒക്കെ കൊടുക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇനിയിപ്പോ നവാസിന് കുറച്ച് ഡൗട്ട് ഉണ്ടല്ലേ, അത് ക്ലിയർ ചെയ്യാം. അപ്പൊ എത്രയും പറഞ്ഞത് ഓക്കെ ആണല്ലോ അല്ലേ? സ്റ്റോപ്പ് ചെയ്യാലോ.